ഇതൊരു പട്ടാള ക്യാമ്പായിരുന്നു. അപ്പോൾ ആ പട്ടാളക്കാരുടേതായിട്ടുള്ള ഒരു ഗണപതി ക്ഷേത്രമായിരുന്നു. അത് കഴിഞ്ഞാണ് ഇത് സ്കൂളായിട്ട് മാറിയത്. പോറ്റി ഉണ്ടെങ്കിലും ബാക്കി കാര്യങ്ങൾ വൃത്തിയാക്കുന്ന കാര്യങ്ങളും അങ്ങനെ കുറച്ച് കാലം ഞാനായിരുന്നു ചാർജ്. ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ ഇവിടെയും ഒരു ആറ്റുകാൽ ദേവി ഇവിടെ പ്രതിഷ്ഠിക്കും പോലത്തെ ഒരു ഉത്സവമാണ് ആളുകൾ വിശ്വാസികൾക്ക് കൂടുതലും. പിന്നെ എക്സാമൊക്കെ ഉണ്ടെങ്കിൽ അതിന് മുമ്പ് കുട്ടികൾക്ക് വേണ്ടി ഒരു പൂജ നടത്തും. അപ്പോൾ പിന്നെ ഹാൾ ടിക്കറ്റ് എല്ലാം ഇവിടെ വെച്ച് പൂജിച്ചിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അങ്ങനെ ജാതി മത ഭേദമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അമ്പലമാണ്. നമസ്കാരം. ആറ്റുകാൽ പൊങ്കാല ദിനത്തിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം തമ്പാനൂരിനടുത്തുള്ള SMV സ്കൂളിലാണ്. നമ്മളിവിടെ ഒരു ദുബായിൽ നിന്ന് വന്ന കുറച്ച് ഭക്തജനങ്ങളെ കാണുവാൻ വേണ്ടി എത്തിച്ചേർന്നതാണ്. നമ്മൾ ഈ സ്കൂളിൻ്റെ കവാടത്തിന് മുന്നിലേക്ക് എത്തിയപ്പോൾ നമ്മളവിടെയുള്ള കുറച്ച് ആൾക്കാരോട് ചോദിക്കുകയുണ്ടായി, ഈ ദുബായിൽ നിന്നും വന്നവർ എവിടെയാണ് ഇരിക്കുന്നതെന്ന്. അപ്പോഴാണ് പറഞ്ഞത് ഗണപതി കോവിലിൻ്റെ അടുത്താണ് എന്ന് പറയുന്നത്. എന്തായാലും ഒരു സ്കൂളിൻ്റെ ഉള്ളിൽ തന്നെ, അതായത് SMV സ്കൂളിൻ്റെ ഉള്ളിൽ ഒരു ഗണപതി കോവിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. കേരളത്തിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ സ്കൂളിനുള്ളിൽ ഒരു കോവിൽ അല്ലെങ്കിൽ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതായി ഇതുവരെയും നമുക്ക് അറിവില്ല. എന്തായാലും ഈ ഒരു സ്കൂളിൽ വർഷങ്ങളായി ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം കുടികൊള്ളുന്നുണ്ട്. എത്ര വർഷക്കാലം പഴക്കമുണ്ടെന്ന് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഇവിടെ ഇതൊരു പട്ടാള ക്യാമ്പായിരുന്നു. അപ്പോൾ ആ പട്ടാളക്കാരുടേതായിട്ടുള്ള ഒരു ഗണപതി ക്ഷേത്രമായിരുന്നു. അത് കഴിഞ്ഞാണ് ഇത് സ്കൂളായിട്ട് മാറിയത്. അപ്പോൾ ഇത് സ്കൂളിൻ്റെ അമ്പലമായിട്ട് മാറി. ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ പിന്നെ ശമ്പളം കൊടുക്കുന്ന ഏക അമ്പലം, സ്കൂളിലുമായിട്ട് അനുബന്ധിച്ച് നടക്കുന്ന ഏക അമ്പലമാണ്. എല്ലാ വെള്ളിയാഴ്ചയും പോറ്റി തുറക്കും. പിന്നെ സ്കൂളിലെ പിള്ളേരും എല്ലാം വന്ന് വളരെ ആഘോഷമായിട്ട്, വളരെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ടീച്ചർമാർക്കെല്ലാം ഒരു വികാരമാണ് ഈ സ്കൂളെന്ന് പറഞ്ഞാൽ, അല്ല ഈ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എനിക്ക് ഒരു കുറച്ച് വർഷങ്ങളായിട്ട് ഇതിൻ്റെ ചാർജ് ഉണ്ടായിരുന്നു. ഒരു അധ്യാപികയ്ക്ക് ചാർജ് കിട്ടും. അപ്പോൾ അങ്ങനെ കുറച്ച് കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ക്ഷേത്രത്തിൻ്റെ ചാർജ് ഏതെങ്കിലും ഒരു ടീച്ചറിനായിരിക്കും. കാരണം പോറ്റി ഉണ്ടെങ്കിലും ബാക്കി കാര്യങ്ങൾ വൃത്തിയാക്കുന്ന കാര്യങ്ങളും അങ്ങനെ കുറച്ച് കാലം ഞാനായിരുന്നു ചാർജ്. അപ്പം ശരിക്കും നമ്മുടെ ഒരു കുടുംബാംഗത്തെ പോലെ ദൈവത്തിനെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പം വർഷങ്ങളായിട്ട് ഞാൻ ഇവിടെ തന്നെയാണ് പൊങ്കാലയിടുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ. ഞാൻ 10 വർഷമായിട്ട് ഈ സ്കൂളിലുണ്ട്. ഈ സ്കൂളിലുണ്ട് 10 വർഷത്തേക്ക്. വേറെ സ്ഥലത്തായിരുന്നു പൊങ്കാല ഇട്ടുകൊണ്ട് ഇരുന്നത്. 10-27 വർഷം കൊണ്ട് പൊങ്കാല ഇടുക. പക്ഷേ ഇവിടെ ഈ 10 വർഷം ഈ സ്കൂളിൽ വന്നേ പിന്നെ എപ്പോഴും ഈ അമ്പലത്തിൽ തന്നെയാണ് പൊങ്കാല ഇടാറ്. ഇവിടെ എപ്പോഴൊക്കെയാണ് പൂജ? എല്ലാ വെള്ളിയാഴ്ചയാണ് പൂജ. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വേണമെന്ന് പറയുകയാണെങ്കിൽ പോറ്റിയെ വിളിച്ച് സ്പെഷ്യൽ പൂജ അറേഞ്ച് ചെയ്യും. പിന്നെ എക്സാമൊക്കെ ഉണ്ടെങ്കിൽ അതിന് മുമ്പ് കുട്ടികൾക്ക് വേണ്ടി ഒരു പൂജ നടത്തും. അപ്പോൾ പിന്നെ ഹാൾ ടിക്കറ്റ് എല്ലാം ഇവിടെ വെച്ച് പൂജിച്ചിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അങ്ങനെ പിന്നെ വിനായക ചതുർത്ഥിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഇത്. അത് ഭയങ്കര ഒരു മഹോത്സവം പോലെ തന്നെ ഞങ്ങൾ ആഘോഷിക്കും. ഇങ്ങനെ ഞങ്ങളുടെ ഒരു സ്കൂളിൻ്റെ ഉണ്ട്. ഏറ്റവും കൂടുതൽ മുസ്ലിംസ് തന്നെ ഇവിടെ പഠിക്കുന്നുണ്ട്. ഭീമാപ്പള്ളിയിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ കുട്ടികൾ വരുന്നുണ്ട്. ആ കുട്ടികളും വരും ഇവിടെ പായസമൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ജാതി മത ഭേദമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അമ്പലമാണ്. എൻ്റെ പേര് GGS പിള്ള എന്നാണ്. ഇവിടുത്തെ മാത്സ് ടീച്ചറാണ്. ഇപ്പോഴേ ഇവിടെ നിന്ന് ഞാൻ ഒന്ന് ട്രാൻസ്ഫറായി പട്ടം ഗേൾസിലാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണ് ഓരോ ടീച്ചർമാർക്ക് ചുമതല ഏൽപ്പിക്കുന്നു പറഞ്ഞു, അത് എത്ര വർഷത്തേക്ക്, അതെങ്ങനെയാണ്? അങ്ങനെയില്ല, സീനിയർ ടീച്ചർമാരായ ഒരാളിനെ ഏൽപ്പിക്കുക. അപ്പോൾ അവർ വില്ലിങ് ആയിരിക്കണം, അവർക്ക് സന്തോഷത്തോടെ ചെയ്യണം, വേറെ ഒന്നും വിചാരിച്ചിട്ടല്ല. ദൈവത്തിനോട് താല്പര്യം, ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളൂ. അപ്പോൾ എൻ്റെ വീട് കുറച്ച് അടുത്താണ്. അതാണ് എനിക്ക് ഈ ചാർജ് വരാൻ കൂടുതൽ കാരണമായത്. അപ്പം തുറക്കാനും ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ വരാനും ഒക്കെ ഉള്ള സൗകര്യം വെച്ചിട്ടാണ് 10 വർഷം കൊണ്ട് ഞാനിങ്ങനെ നിൽക്കുന്നത്. പൊങ്കാല നടക്കുകയാണ്. പുരാതനമായ ഒരു ക്ഷേത്രമാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടായിരുന്നു. അപ്പോഴും PTA കൊണ്ട് കഴിയുന്ന കാര്യങ്ങളെല്ലാം ക്ഷേത്രത്തിന് വേണ്ടി സഹായിച്ചിട്ടുണ്ട്, കൂടെ നിന്നിട്ടുണ്ട്. പക്ഷേ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ ഇവിടെയും ഒരു ആറ്റുകാൽ ദേവി ഇവിടെ പ്രതിഷ്ഠിക്കും പോലത്തെ ഒരു ഉത്സവമാണ് ആളുകൾ വിശ്വാസികൾക്ക് കൂടുതലും. അവിടെ റോഡിന് അരികിലിടാതെ അവർ എല്ലാവരും ക്ഷേത്രത്തിലേക്ക്
ആ ക്ഷേത്ര അങ്കണത്തിൽ ഇടണം എന്നുള്ള ആഗ്രഹം അവർക്ക് വളരെയധികം ഭയങ്കരമാണ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഈ പുരാതനമായ ക്ഷേത്രം ഇവിടെ ഇരുന്നിട്ടും ഇവിടുത്തെ സിറ്റിയിൽ ഉള്ള അധികാരികൾ, കേരളത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റ് പോലും ഇവിടെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള ഒരു ദുഃഖം നമുക്കുണ്ട്. ഒരു കാര്യം ചോദിക്കട്ടെ, കാരണം നമ്മളിങ്ങോട്ട് കടന്നു വരുമ്പോഴാണ് പറഞ്ഞത് ഇവിടെ ആൾക്കാർ ഇരിക്കുന്നത് ഈ ഗണപതി കോവിലിൻ്റെ അടുത്താണ് എന്ന്. അപ്പോൾ ഞാൻ പോലും അപ്പോഴാണ് അറിയുന്നത് ഈ ഒരു സ്കൂളിൻ്റെ അങ്കണത്തിൽ തന്നെ ഒരു ക്ഷേത്രമുണ്ട് എന്ന്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ചരിത്രം എന്താണ്? എനിക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ച് ശരിക്കും അതിൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ പിശക് വന്നാൽ അത് ചിലപ്പോൾ അതിനേക്കാളും മോശമായിപ്പോൾ. അപ്പോൾ അത് ചരിത്രം ഭയങ്കരമായി കേട്ടറിവിനേക്കാൾ വർഷങ്ങളായുള്ള വിരോധനം. പക്ഷേ നമ്മളിപ്പോൾ PTA തീരുമാനിച്ചത് ഈ റോഡ് വഴി ഒരു കവാടം പൊളിച്ച് ഇവിടെ ഔട്ട്സൈഡിലുള്ള വിശ്വാസികൾക്കും ഇവിടെ വന്ന് ഒരു പ്രാർത്ഥന നടത്തി പോകാനുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ. സിറ്റിയുമായി ഇപ്പോൾ പുതിയ അധികാരത്തിൽ വന്ന ആ അധികാരികളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സ്കൂളിന് അതിൻ്റേതായ ഒരു ഗുണങ്ങളും നാളിതുവരെ കിട്ടിയിട്ടില്ല. സ്കൂളിൻ്റെ അവസ്ഥ നിങ്ങൾ ആ ഒറ്റ കാഴ്ചപ്പാടിൽ നിങ്ങൾക്ക് മനസ്സിലാകും സ്കൂളിൻ്റെ സ്ഥിതി എന്താണ്. അപ്പോൾ അധികാരികൾ തന്നെയാണ് അതിൻ്റെ ഉത്തരം പറയേണ്ടത്. പക്ഷേ നമ്മളെക്കൊണ്ട് PTAക്ക് ഇപ്പോൾ ഒരു പരിധിയുണ്ട്. അപ്പോൾ കഴിയുന്ന മാക്സിമം PTA കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്യും. ഇനി എല്ലാം ഇതിൻ്റെ മാറ്റം വരുത്തേണ്ടത് എല്ലാ അധികാരികളാണ്. ഈ അധികാരികളും നമ്മൾ വിശ്വാസം അർപ്പിക്കുകയാണ്. ഇതിൽ കണ്ടില്ലെങ്കിൽ ഇനി മറ്റാരെങ്കിലും നമ്മൾ ആശ്രയിക്കേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇവിടെ ഇപ്പോൾ പൊങ്കാലയ്ക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു. പക്ഷേ നാളിതുവരെയും വലിയ ഒരു സംവിധാനം ക്ഷേത്രത്തിന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് അത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. ഉണ്ടായിട്ടില്ല. അത് സമയക്കുറവ് കൊണ്ടായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എറണാകുളം അല്ല, ഇത് 4ാമത്തെ വർഷം. ഞങ്ങൾ 2 വർഷമായിട്ട് ഇവിടെ തന്നെയാണ്. എൻ്റെ പേര് അഹല്യ. ശരി, എറണാകുളത്തു നിന്നാണ് വന്നിരിക്കുന്നത്. ചേച്ചി എവിടെ നിന്നാണ് വരുന്നത്? എറണാകുളം തന്നെയാണ്. ഇത് 2ാമത്തെ വർഷം. ഉണ്ട് തീർച്ചയായിട്ടും. ഇവിടെ എപ്പോഴും എത്തി? ഞങ്ങൾ ഇന്നലെ വൈകിട്ട് വന്നു. പേരെന്താ? ശരണ്യ. ഓക്കെ, എറണാകുളം ടീമാണെന്ന് തോന്നുന്നു. അടുത്തതും എവിടെ നിന്നാണ്? എറണാകുളം തന്നെ. പേര്? ഷൈസി. ആദ്യമായിട്ടാ. ഫ്രണ്ട്സാണ്. എന്തായാലും ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പണത്തിനായി നിരവധി ഭക്തജനങ്ങളാണ്, ലക്ഷക്കണക്കിന് പേരാണ് അനന്തപുരിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി SMV സ്കൂളിലും സ്കൂളിൻ്റെ പരിസരത്ത് ഉൾപ്പെടെ, ഞാനീ പറഞ്ഞ ഗണപതി കോവിലിൻ്റെ പരിസരത്ത് ഉൾപ്പെടെ നിരവധി പേരാണ് പൊങ്കാല സമർപ്പിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ ഈ ടീച്ചർ പറഞ്ഞതുപോലെ ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. ഒരു സ്കൂളിൽ തന്നെ, അതായത് ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ക്ഷേത്രമാണ് ആ ഒരു ചെറിയൊരു ക്ഷേത്രം. എന്തായാലും നിരവധി പേരാണ് ഇവിടെ ഈ സ്കൂളിലടക്കം പൊങ്കാല ഇടുവാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.